ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ നമ്മുടെ അപ്പാനി അനുമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വളരെ സൗമ്യമായ രീതിയിലാണ് നമ്മുടെ അപ്പാനി പെരുമാറുന്നത്. അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഓക്കെ ആണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴനുമോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്നെ കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പഠിക്കണം. അതായത് അപ്പോഴൊരാൾ നിൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡൊക്കെ ചോദിക്കുമ്പോൾ അത് തികയില്ല എന്നുണ്ടെങ്കിൽ അത് നീ പറയുന്ന രീതി ഉണ്ടല്ലോ, അത് നീ ഒന്ന് മാറ്റണം. അതായത് നീ പറയണം, ഇപ്പോൾ പോയിട്ട് വാ, ഇത് കഴിക്ക്, ഇത് മറ്റുള്ളവർക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാം, എന്നൊക്കെ നിനക്ക് സോഫ്റ്റായിട്ട് സംസാരിച്ചുകൂടെ. പക്ഷേ നീ സംസാരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല. ഇതിപ്പം തന്നെ നോക്ക്, ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും നീ എൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്. ഈ രീതി ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ നമ്മുടെ അപ്പാനെ അനുമോളുടെ അടുത്ത് പറയുന്നത്. ആ സമയം തന്നെ നമ്മുടെ അനുമോള് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളൊക്കെ തന്നെയാണ്, ഞാൻ എവിടെയെങ്കിലും ഒരു പാവത്തെ പോലെ വന്നിരിക്കുമ്പോൾ എന്നെ കരയിപ്പിച്ചില്ലേ, ഇതെൻ്റെ സ്വഭാവമാണ്. എൻ്റെ പൊന്നോ, എന്തോ ആഡ് ചെയ്ത്. കാരണം ഈ അനുമോളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണ്ടല്ലോ, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ. അനുവിനെ മറ്റുള്ളവർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ തെറ്റ് തന്നെയാണ്. എന്നാൽ ഈ അനുവിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും മര്യാദയ്ക്ക് വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ ഒരു വല്ലാത്ത മൊട്ട സ്വഭാവം കാണിക്കുക കേട്ടോ. ഒരു അന്യായ മൊട, അതാണ് ഈ അനുവിൻ്റെ സ്വഭാവം. അത് ആരും ഇഷ്ടപ്പെടുന്നുമില്ല. അന്ന് റെന ഫാത്തിമ ഫുഡ് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ അനു കാണിച്ചതൊക്കെ കണ്ടില്ലേ. പിന്നെ അനുവിനെ ആ സമയത്തൊക്കെ പട്ടിയെന്നൊക്കെ വിളിച്ചതിന് ശേഷമാണ് നമ്മുടെ റെന വന്ന് ഫുഡ് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫുഡ് ചോദിക്കുന്ന സമയത്ത് കാണിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വില തന്നെ കളയുന്ന ഒരവസ്ഥയില്ലേ. അതാണ് സത്യത്തിൽ അനു അന്ന് അവിടെ ചെയ്തത്. കുറച്ച് മര്യാദയൊക്കെ കാണിക്കാമായിരുന്നു. എനിക്ക് തോന്നി ഈ മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ അനുവിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല കേട്ടോ. അല്ലാതെ ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ നിൽക്കത്തില്ലല്ലോ.